ടേസ്റ്റ് ആൻഡ് ട്രാവലിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എനിക്കറിയാം ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു മറ്റേ ആ ഒരു കേരള ട്രിപ്പിൻ്റെ ഫോളോ അപ്പ് എന്താണ് ചെയ്യാഞ്ഞത്. ഞാൻ മറ്റു കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്കത് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാനിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പത്തനംതിട്ട ജില്ല ഞാൻ ഇതുവരെ എൻ്റെ വ്ളോഗിൽ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് പത്തനംതിട്ട ജില്ലയിലെ ഒരു ചെറിയ സ്ഥലത്ത് നമ്മൾ കൂടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുകോല് അയിരൂര് ചെറുകോലുള്ളൊരു സുഹൃത്ത് നമ്മുടെ ഒരു ആറന്മുള ക്ഷേത്രം ഒരു മിനിയേച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കാണണമെന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ പുള്ളിയുടെ ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലാത്തത്. പുള്ളിയെ പറ്റി ഒരു ഡീറ്റെയിൽസ് അറിയാത്തത് കൊണ്ടാണ്, നമുക്ക് ആ ഒരു സ്ഥലം എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ സ്ഥലമൊക്കെ കിട്ടി. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. അതിനുശേഷം നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് കൂടി പോകുന്നുണ്ട്. അത് അവിടെ ചെന്നിട്ട് ഞാൻ പറയാം. ഓക്കെ, ബൈ. അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ പുറകിൽ കാണുന്നതാണ് ആ ഒരു മിനിയേച്ചർ ആറന്മുള ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ അഖിലേട്ടൻ്റെ ബാക്കി കുറച്ച് നിർമ്മിതികളിലൂടെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു KSRTC ബസ്, ഇത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുള്ളതാണ്. ഒരു KSRTC ക്രിയേറ്റ് ചെയ്യുന്നതും മാത്രമല്ല, ഇതിൻ്റെ വീഡിയോസൊക്കെ അഖിലേട്ടൻ്റെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ അതുകൂടി ഒന്ന് പോയി കാണേണ്ടതാണ്. കണ്ട് ഈ ഒരു എളിയ കലാകാരനെ നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു നിർമ്മിതികളെല്ലാം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഒരു KSRTC അതുപോലെ തന്നെ വീണ, ഗിറ്റാർ, പഴയ കാളവണ്ടിയൊക്കെ അതേ രീതിയിൽ ഇവിടെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് എന്നെ പിന്നീട് അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുവപ്പുഴ ഹിന്ദുമത കൺവെൻഷന് വന്നിട്ടുള്ള എല്ലാവർക്കും പരിചയമായിട്ടുള്ളൊരു സ്ഥാനമായിരിക്കും. കാരണം ഇതൊരു സ്മൃതി മണ്ഡപമാണ്. നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ ഒരു സ്മൃതി മണ്ഡപമാണ്. ഇത് നമ്മുടെ ചെറുവപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഈ ഒരു അമ്പലം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ്. അത് അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് നമുക്കൊരു പഴയ രീതിയിലുള്ളൊരു ഗ്രാമഫോൺ അതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഒരു മോഡൽ പോലും കാണാതെ എങ്ങനെ ഇത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് എന്നെ അതിശയിപ്പിച്ച മറ്റൊരു കാര്യം. ഈ ഒരു വയലിൻ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ അഖിലേട്ടൻ്റെ ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ അഖിലേട്ടൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ. അപ്പോഴൊക്കെ എനിക്ക് അഖിലേട്ടനെ പറ്റി അറിയാവുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ വീട് എവിടെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ എങ്ങനെ കോൺടാക്ട് ചെയ്യാം എന്നുള്ള ഒരു ഒറ്റ ഡീറ്റെയിൽസ് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരാതിരുന്നത്. മാത്രമല്ല, ഈ ഒരു 7 മാസത്തോളം എടുത്തു എന്നാണ് അഖിലേട്ടൻ പറഞ്ഞത് ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അമ്പലത്തിൻ്റെ ക്രിയേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു 7 മാസത്തിനിടയിൽ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴാണ് ഈ ഗിറ്റാർ കാര്യം ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് കണ്ട് കേട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കാര്യമായിട്ടുള്ള ഇൻ്റർവ്യൂ കാര്യങ്ങളോ ഒന്നും ഒരു ക്വസ്റ്റ്യൻ ചോദ്യമോ അങ്ങനെയൊന്നും ചോദിക്കാത്തതിന് കാരണം ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചോദ്യം അങ്ങനത്തെ വീഡിയോസൊക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിത് ജസ്റ്റ് വന്നൊന്ന് കാണുക, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് ഇതൊന്ന് എത്തിക്കുക, അത്രേ ഉള്ളൂ നമ്മുടെ ഒരു പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുകോല് പള്ളിയോടം തന്നെ ഇവിടെ ബാക്കിലുണ്ട്. ഈ പള്ളിയോടത്തിന് നേരെ ഓപ്പോസിറ്റാണ്. ചെറുകോല് വരുന്ന വഴിക്ക്
നമുക്ക് റോഡ് സൈഡിൽ തന്നെ കാണാൻ സാധിക്കും. ആരോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല, വരുന്ന വഴി തന്നെ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് ഒരു ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാത്തതിന് കാരണം ഒരുപാട് പേര് വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. പിന്നെ അത് നിർമ്മിച്ച ആ ഒരു ചേട്ടനും ഇതൊരു ചെറിയ ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാത്തത്. മാത്രമല്ല നമുക്കിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൂടി പോകാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. എടപ്പാറ മലദേവർ നട. ഇവിടെയാണ് നമ്മുടെ ഇപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയെ ആവാഹിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് പറയുന്നത്. ഞാനും ആ സിനിമയിൽ കണ്ടിട്ടുള്ളതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒരു എക്സൈറ്റ്മെൻറ്റ് പുറത്താണ് ഞാനും ഇതിന് ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് ആ കാര്യം പറയാം. അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷനിൽ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. എടപ്പാറ മലദേവർ നട. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണ്, അതായത് ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. നമ്മൾ കാണാൻ വന്ന കായംകുളം കൊച്ചുണ്ണി ഈ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ബാക്ക് സൈഡിലാണ്. ഇവിടെ അത്യാവശ്യം പാർക്കിംഗ് ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഒരു 3:30-4 മണി സമയത്താണ്, അതുകൊണ്ടാണ് ഇവിടെ ആരെയും കാണാത്തത്. ഓക്കെ, ഇത് ഈ അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഏതായാലും അമ്പലത്തിനകത്തോട്ടൊന്ന് കയറുന്നു കിട്ടുക. ഇതാണ് ആ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡ്. ഓക്കെ, നമ്മളിപ്പോൾ ആ ഒരു ഫ്രണ്ട് സൈഡിലോട്ടാണ് പോകുന്നത്. ഇതാണ് ആ അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഒരു ചെറിയ പാലമരവും പിന്നെ വേറെ ഏതോ ഒരു മരവും കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ ആയിരുന്നു ആദ്യ കാലത്ത് കായംകുളം കൊച്ചുണ്ണിയെ പ്രതിഷ്ഠിച്ചിരുന്നത്. അതിനുശേഷം എന്തോ കാരണങ്ങളൊക്കെ കൊണ്ടാണ് സ്ഥലം മാറ്റി പ്രതിഷ്ഠിക്കേണ്ട വന്നത്. അതിനുശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന കായംകുളം കൊച്ചുണ്ണിയുടെ പ്രതിഷ്ഠയായ ഇവിടേക്ക് ഈ ഒരു പ്രതിഷ്ഠ മാറിയത്. ഓക്കെ, അപ്പോൾ ആ ഒരു സിനിമയിൽ കണ്ടിട്ടുള്ള ആ ഒരു അറിവ് മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് ഈ ഒരു അമ്പലത്തിനെ പറ്റിയും ഈ ഒരു സ്ഥലത്തെ പറ്റിയൊക്കെ. ഇത് നേരിട്ട് കാണുക എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. എങ്കിൽ പോലും ഒരുപാട് വീഡിയോസിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ വർഷാവർഷം നടക്കുന്ന ഒരു ഉത്സവമുണ്ട്. ആ ഉത്സവത്തിൽ നമ്മുടെ സിനിമാ താരം മോഹൻലാൽ ഇവിടെ വന്ന് പങ്കെടുക്കുന്നു എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. കാരണം മറ്റൊന്നുമല്ല, ലാലേട്ടൻ്റെ അമ്മ വീട്, അതായത് ലാലേട്ടൻ ജനിച്ചു വളർന്ന വീട് ഇവിടെ കോഴഞ്ചേരി ഇലന്തൂർ തന്നെയാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു 1-2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ വർഷാവർഷം ലാലേട്ടനുള്ളൊരു പതിവ് തന്നെയാണ് ഈ അമ്പലത്തിലെ ഉത്സവത്തിനുള്ള സന്ദർശനവും. അപ്പം എന്തായാലും കൊള്ളാം, അടിപൊളി. ഞാനിത് ആ ഒരു ട്രാവൽ വീഡിയോ എന്ന രീതിയിലല്ല ചെയ്യുന്നത്. നമുക്കിപ്പം ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഈ ഒരു കൊറോണയും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി സംസാരിച്ചു പോലും എനിക്കിനി ഒരുപാട് മെച്ചപ്പെടുത്താനുണ്ട്. കാരണം എൻ്റെ ആ ഒരു സംസാര ശൈലിയൊക്കെ ഒരുപാട് മാറി. ഞാനിപ്പോൾ പേടിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് പകുതി മുക്കാലും. എനിക്ക് എന്തോ ഒരു ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്കിന് തന്നെ ഒരു എന്തോ വല്ലാത്ത അകൽച്ച ഫീൽ ചെയ്യുന്നു കുറേ നാളത്തെ. അപ്പോൾ അതെല്ലാം ഇനിയൊന്ന് മാറി വരണമെങ്കിൽ 1-2 വീഡിയോസ് കഴിയണം നമുക്കിനി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഫൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, ഞാനിപ്പം ഒരുപാട് നാളായി വീഡിയോ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ എനിക്കറിയാം ഒരുപാട് പോരായ്മകളുണ്ട്. മാത്രമല്ല ആ ഒരു ക്യാമറ ഫേസ് ഞാൻ പ്ലാൻ ചെയ്ത് വന്നത് ഈ ഒരു രീതിയിലല്ല. പ്ലാൻ ചെയ്ത് വന്നതിൻ്റെ ഒരു 10-1 പോലും എനിക്ക് ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെന്തായാലും അടുത്ത വീഡിയോയിൽ അതിൻ്റെ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതാണ്. മാത്രമല്ല നമ്മൾ വീഡിയോ ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കൊറോണ തന്നെയാണ് മെയിൻ കാരണം കൊറോണ സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഒട്ടും സേഫ് അല്ല എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമാണ്. മാത്രമല്ല ഈ കൊറോണയുടെ സമയത്ത് അടുത്ത യാത്രകൾ നടത്താനുള്ള ഫണ്ട് ശേഖരണം അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ എന്നോട് അധികം ആൾക്കാരും പറഞ്ഞതാണ് ഒരു ക്യാമറ വാങ്ങുക അല്ലെങ്കിൽ ഒരു മൈക്ക് വാങ്ങുക. അതിൻ്റെ ഒരു സന്തോഷ വാർത്ത എന്തായാലും അടുത്ത 2-3 വീഡിയോസിനുള്ളിൽ എന്തായാലും ഒരു സന്തോഷ വാർത്ത വന്നിരിക്കും. നമ്മളിനി അധികം വീഡിയോസൊന്നും ഫോണിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നില്ല.
ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തന്നെ തുടർന്ന് കൊണ്ടുപോവുക എന്നുള്ളൊരു പാഷനുമായിട്ട് തന്നെയാണ് ഞാനിതിന് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ഇതിൽ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. ഈ വീഡിയോയുടെ പോരായ്മകളൊക്കെ എനിക്കറിയാം. മാത്രമല്ല ഈ വീഡിയോയ്ക്ക് പറ്റി എന്തെങ്കിലും സജഷൻസോ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുമ്പോഴും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക. അതിനുശേഷം ജസ്റ്റ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാം. ഇനി നമുക്ക് തുടർച്ചയായിട്ട് വീഡിയോ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ആ ഒരു യൂട്യൂബിൻ്റെ അനലറ്റിക്സ് നോക്കിയപ്പോഴത്തേക്കിന് വളരെ താഴെയാണ് നമ്മുടെ ആ ഒരു വ്യൂവേഴ്സും വാച്ച് ടൈമും ഒക്കെ. അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു മനസ്സ് മടിക്കും വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനി അതെന്തായാലും പൊക്കിക്കൊണ്ട് വന്നേ പറ്റത്തുള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇനി വീട്ടിലോട്ട് പോട്ടെ. ഓക്കെ, ബൈ.